Watch full episodes on Jio Hotstar. ഹായ്, നല്ല അടിപൊളി എക്സിബിഷൻ സ്റ്റാച്ചു ആണല്ലോ. കാണാൻ നല്ല രസമുണ്ട്. ഹായ് ആദിയൂടി, നിങ്ങൾ രണ്ടുപേരും കണ്ടായിരുന്നോ വേദനഗരത്തിലുള്ള സ്റ്റാച്ചു എക്സിബിഷനോ? എനിക്കറിയില്ലല്ലോ. അതെ, എനിക്കറിയാം. പല നാടുകളിൽ നിന്നും വ്യത്യസ്തമായ സ്റ്റാച്ചുകളാണ് നമ്മുടെ വേദാനഗരത്തെ എത്തിയിട്ടുള്ളത്. പിന്നെ ദേ അത് കണ്ടോ, ദേ ആ സ്റ്റാച്ചു ഇല്ലേ? ഈ എക്സിബിഷനൊക്കെ നടക്കുന്നത് കാണാൻ വേദാനഗരം എന്ത് രസമല്ലേ. ശരിയാ, പക്ഷെ ശിവയെ കണ്ടില്ലല്ലോ. ശിവ ആകെ തിരക്കില്ല. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരെയും ഇന്റർനാഷണൽ ആന്റിക് ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഫെസ്റ്റിവലിന്റെ പ്രത്യേകത നമ്മുടെ ഈ വേദ സിറ്റിയിലെ ഓരോ ഭാഗത്തും വെവ്വേറെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള സ്റ്റാച്ചുക്കൾ നിങ്ങൾക്ക് കാണാം. വേദ സിറ്റിയിലെ ജനങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട്. ഇവിടെ വന്ന് ഈ അത്ഭുത സ്റ്റാച്ചുവിനെ നിങ്ങൾ എല്ലാവരും കാണണം. ലഡ്ഡു സിംഗ് സാറേ, ഈ സ്റ്റാച്ചുവിന് കോടിക്കണക്കിന് വിലയുണ്ടല്ലേ? അങ്ങനെയുള്ളപ്പോൾ നിങ്ങളിവിടെ എന്ത് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് പറഞ്ഞേ. റിപ്പോർട്ടർ സാറേ, സുരക്ഷയുടെ കാര്യത്തിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ വെല്ലാൻ ആർക്കും കഴിയില്ല. ഈ വേദ സിറ്റിയിലെ ഓരോ മുക്കിലും മൂലയിലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ പോലീസുകാരെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. ജയ് ഹിന്ദ്. ഈ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ഒരു കള്ളൻ മോഷ്ടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും, എടാ കള്ളൻ നിർത്തി. ഓ എന്റെ ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾ എന്തായി ചെയ്യുന്നേ? ഒരു സ്ഥലത്തന്നെ നിന്ന് നന്നായേനെ. ഹലോ എവരിബഡി, ഞാൻ ജാക്ക് ദ ജമ്പറാണ്. ജമ്പിംഗ് സ്റ്റൈലിൽ ഒരു കള്ളനാണ് ഞാൻ. എനിക്ക് ലഡ്ഡു സിംഗ് സാറുമായിട്ട് ഒന്ന് സൊല്ലണം. എന്നാ പോകാം. എടോ, താൻ എന്നെ എങ്ങോട്ടായി കൊണ്ട് പോണത്? ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. ഇത്രയും ഉയരത്ത് പോകാൻ എനിക്ക് പേടിയാണ്. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങളുടെ മുന്നിൽ വെച്ചിപ്പോ ഞാൻ ആ സ്റ്റാച്ചു തീർച്ചയായും മോഷ്ടിച്ചിരിക്കാം. എന്നെ ഈ ടവറിന്റെ മുകളിൽ നിർത്തിയിട്ട് എന്നോട് നീ പറയണോ നീ അത് മോഷ്ടിക്കാൻ പോവാണെന്ന്? എന്റെ അഭിപ്രായത്തെ കുറിച്ച് പറയാൻ വേണ്ടി നീ എന്നെ വിട്ടിട്ട് വേണ്ടേ? നിനക്ക് അങ്ങനെ സ്റ്റാച്ചു പൊക്കണമെങ്കിൽ നീ എന്തിനാ എന്നെ പൊക്കിക്കൊണ്ട് വന്നത്? എന്റെ ലഡ്ഡു സിംഗ് സാറേ, സാറിനോട് പറഞ്ഞിട്ട് മോഷ്ടിക്കുമ്പോഴല്ലേ ഞാനൊരു സത്യസന്ധനായ കള്ളനാ. എന്നാ പറ, ഞാൻ മോഷ്ടിക്കണോ വേണ്ടയോ? വേഗത്തെ പെർമിഷൻ തന്നില്ലെങ്കിലുണ്ടല്ലോ ഞാനൊരു ഒറ്റ ചവിട്ട് തന്നിട്ട് ഇവിടുന്ന് താഴേക്ക് എടുത്തിടും. മോഷ്ടിക്കുന്നു, അതും എന്നോട് പറഞ്ഞിട്ട്? ശരി, പോയിക്കോ. പക്ഷെ എന്നെ താഴെ ഇറക്കിയിട്ട് വേണം നീ പോവാൻ. താഴേക്ക് ഇറക്ക്. നിങ്ങൾ എല്ലാവരും കേട്ടോ, ഈ സ്റ്റാച്ചു കൊണ്ടുപോകാനായിട്ട് ലഡ്ഡു സിംഗ് സാർ എനിക്ക് അനുവാദം നൽകിയിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് ലഡ്ഡു സിംഗ് സാറേ. നമുക്ക് വീണ്ടും കാണാം, കേട്ടല്ലോ? ഓക്കേ. അതെ, നീ സ്റ്റാച്ചു കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് താഴേക്ക് ഇറക്ക്. ഹലോ ശിവ, സ്റ്റാച്ചുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി. എന്റെ അങ്കിൾ, നിങ്ങൾ ഇങ്ങനെ ചാടാൻ തുടങ്ങിയ നടുവിന്റെ എല്ലൊടിഞ്ഞു പോവല്ലോ. ആ സ്റ്റാച്ചു ഇങ്ങ് തിരിച്ചു തന്നേ. ഈ ജാക്ക് ദ ജമ്പറിനെ ഒരു കുട്ടി പഠിപ്പിക്കാൻ വന്നിരിക്കുന്നോ? മര്യാദയ്ക്ക് വഴി ഇത് മാറ് കുട്ടി. നിങ്ങൾ ഇപ്പോൾ മര്യാദക്കേട് സംസാരിച്ചു. എന്നെ കുട്ടിന്ന് വിളിച്ചത് തന്നെ തെറ്റായി അങ്കിൾ.
ശിവ. ശിവ എന്നാണ് എന്റെ പേര്. ആഹാ. നിന്റെ പേര് കൊള്ളാൻ കേട്ടോ. സൈക്കിൾ ഓടിക്കാൻ മിടുക്കനാണല്ലോ നീ. എന്നെ നിനക്കറിയില്ല. അടുത്തേക്ക് വാ. നമ്മള് രണ്ടുപേരില് ആരാ ജയിക്കാത്തൊന്ന് കാണാലോ. അങ്ങനെ മോളിൽ നിന്നും താഴെ വീഴാതിരിക്കാൻ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആദി, ഒന്ന് നിർത്തുന്നുണ്ടോ നിന്റെ വാചകടി? നിനക്ക് എന്നെ കുറിച്ചും എനിക്ക് നിന്നെ കുറിച്ചും മനസ്സിലായി. നിന്റെ ഈ സൈക്കിൾ ഞാനൊന്ന് തരിപ്പണമാക്കും. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾ ഇതുവരെ ചെയ്ത സെക്യൂരിറ്റികളെല്ലാം തന്നെ വെറും പാഴായി പോയെന്നാണല്ലോ കേട്ടത്. ജാക്ക് ദ ജമ്പർ ഇതിനോടകം വിലപിടിപ്പുള്ള 2 സ്റ്റാച്യു മോഷ്ടിച്ചെന്നാണല്ലോ കേട്ടത്. അവൻ ജാക്ക് ദ ജമ്പർ ആണെങ്കിൽ ഞാൻ ലഡ്ഡു സിംഗ് ദ ബമ്പർ ആണ്. ആ, കഴിഞ്ഞ തവണ അവൻ എന്നെ ബിൽഡിംഗിന്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തി. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇനി ഒരിക്കൽ കൂടി അവൻ ഏതെങ്കിലും സ്റ്റാച്യുവിന്റെ മീതെ കൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ രക്ഷപ്പെടില്ല. ആ, താൻ വീണ്ടും കൊണ്ട് വന്നോ? ഹലോ ലഡ്ഡു സിംഗ് സാറേ, ജാക്ക് ഈസ് ബാക്ക്. എന്തേ വന്നാലും വേണമെങ്കിൽ ഞാൻ കരിക്ക് വെള്ളം വാങ്ങിച്ചു തരാം കേട്ടാ. എന്താ പേടറാം സാറേ, ലഡ്ഡു സിംഗ് സാറും കള്ളനും കൂടി ഒന്നായോ? ഇനി ഞങ്ങൾ അവിടെ പോലീസ്. ലഡ്ഡു സിംഗ് സാറേ, പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് എന്നെ ചാലഞ്ച് ചെയ്യുകയല്ലേ. അപ്പൊ പിന്നെ വരാതിരിക്കണം എങ്ങനെയാ? ആരെങ്കിലും എന്നെ ചാലഞ്ച് ചെയ്താലോ, വാശി പിടിപ്പിച്ചാലോ ഞാൻ അവരെ വിടില്ല. ഞാൻ അവരെ പിടിച്ച് ജയിലിലിടും. ഇങ്ങനത്തെ ഡയലോഗൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ചെയ്യില്ല. ഞാനിനി ഒരിക്കലും തന്നോട് ചാലഞ്ച് ചെയ്യില്ല. എന്നൊന്ന് താഴേക്ക് ഇറക്കി വിട് പ്ലീസ്. എന്റെ അമ്മോ, എനിക്ക് വയ്യേ. ഞാൻ ഇനി എങ്ങനെയാ താഴേക്ക് ഇറക്കുക? അല്ല, എനിക്കല്ലേ താഴേക്ക് പോവേണ്ടത്. ചാച്ചു മോഷ്ടിക്കണല്ലോ. ഞാൻ പറഞ്ഞതുപോലെ കരിക്ക് വെള്ളം തന്നിട്ടുണ്ട്, കുടിച്ചോളൂ. ഹായ് ഹായ്, ഞാൻ പോകുന്നു. പോകരുത്. സാറേ, എനിക്കിപ്പോ തോന്നുന്നു സാറിനെ അളന്നതിനേക്കാളും ശിവേനാണ് ഇപ്പൊ സാറിന് വേണ്ടെന്ന്. ശിവ, ബൈ സാറേ, ഞാൻ പോകുന്നു. ഹലോ രവ, ആദി, യുഡി, ജാക്ക് ദ ജമ്പറിനെ എവിടെയെങ്കിലും കണ്ടോ? ഞാൻ ഇതുവരെ കണ്ടില്ല. ശിവയ്യ, ജാക്ക് ദ ജമ്പർ ഇപ്പൊ ആസാദ് ചൗക്കിൽ നിന്ന് സ്റ്റാച്ചു ആയിട്ട് ഓടിക്കളഞ്ഞു. ഞാൻ കണ്ടതാ. താങ്ക്സ് രവ. ശിവ, മോനെ ശിവ, അവസാനം നീ ജാക്ക് ദ ജമ്പറിനെ പിടിച്ചോ, നന്നായി. അല്ലേലും ഈ പോലീസിനെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് പോലീസിനെതിരെ വിരൽ ചൂണ്ടാൻ വേണ്ടി ഒരു അവസരത്തിന് കാത്തിരിക്കാണ്. അല്ല പിന്നെ. ലഡ്ഡു സിംഗ് സാറേ, ഇതാ പിടിച്ചോളൂ ഈ കുറ്റവാളിയെ. ജാക്ക് ദ ജമ്പറിനെ പിടിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. മോഷണമാണ് എന്റെ തൊഴിൽ, ജമ്പിംഗ് ആണ് എന്റെ സ്റ്റൈൽ. എന്നെ വലയിൽ കുടുക്കിയത് കൊണ്ട് നിങ്ങളൊക്കെ വിചാരിച്ചു എനിക്ക് ജമ്പ് ചെയ്യാൻ പറ്റില്ലെന്ന്. ശിവ, രക്ഷിക്കണേ. ശിവ, രക്ഷിക്കണേ.
ഇതുവരെ താൻ കുറച്ച് സ്റ്റാച്യു അല്ലേ കൊണ്ടുവന്നുള്ളൂ. എനിക്കിങ്ങനെ കാത്തിരിക്കാൻ വയ്യ. എന്റെ ഷിപ്പ് റെഡിയാണ്. കോസ്റ്റ് ഗാർഡ് സെക്യൂരിറ്റി ടൈറ്റ് ആയതുകൊണ്ട് ഇല്ലീഗൽ സാധനങ്ങൾ അപ്പപ്പോ കൊണ്ടുപോകാനാവില്ല. അതുകൊണ്ട് എനിക്ക് എല്ലാ സ്റ്റാച്യു ഒന്നിച്ച് കിട്ടിയേ മതിയാവും. ഒരു കാര്യം പറയാം, കോടിക്കണക്കിന് രൂപയാണ് നീ എന്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ടുള്ളത്. ഡോണ്ട് വറി സാർ, എത്രയും പെട്ടെന്ന് എല്ലാ സ്റ്റാച്ചുവും ഞാൻ എത്തിച്ചിരിക്കും. ഈ വേദ നഗരത്തിലെ ഇൻസ്പെക്ടർ ആണെങ്കിൽ മഹാ ഒരു പേടിത്തൊണ്ടനാ. ഇടയിലൊരു കുട്ടി വന്നതാ തടസ്സമായത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയിൽ എല്ലാ സ്റ്റാച്ചുവും നിങ്ങൾക്ക് തന്നേനെ. സാർ, എനിക്ക് കുറച്ച് സമയം കൂടി തന്നേ പറ്റൂ. ഓക്കെ, നാളെ എല്ലാം എത്തിച്ചിരിക്കണം. ലഡ്ഡു സിംഗ് സാറേ, ഒന്ന് അവിടുന്ന് നീങ്ങി നിന്നേ. ഞങ്ങൾക്ക് സ്റ്റാച്യൂയുടെ ഫോട്ടോ എടുക്കാനുണ്ട്. മാറി നിൽക്ക്. എന്താ എന്റെ സൗന്ദര്യം ഈ സ്റ്റാച്യുവിനേക്കാളും കുറവാണെന്നോ? ഈ സ്റ്റാച്യു എന്റെ പരിധിയിലുള്ളിടത്തോളം കാലം ഇത് സേഫ് ആണ്. ഞാൻ ഉണ്ടെങ്കിൽ സ്റ്റാച്യു ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ഓഹോ, ഹലോ, ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് സ്പീക്കിംഗ്. ഇന്നത്തെ ക്ലൈമറ്റ് എന്ത് രസമാണെന്ന് അറിയോ? ഈ മലയുടെ മുകളിൽ തണുത്ത കാറ്റാ വീശുന്നത്. മേഘങ്ങളെ കാണാൻ എന്തൊരു ഭംഗി. ഇങ്ങനത്തെ അവസ്ഥയില് പിക്നിക്കിന് പോകാൻ ആഗ്രഹമുണ്ടോ സാറേ? പറ. ആഹാ, അതിനെന്താ, പോകാൻ ആഗ്രഹമുണ്ട്. അല്ല, ആരെയും സംസാരിക്കുന്നേ? ഒന്ന് വേഗം കൊണ്ട് വന്നേ. ഞാൻ ദേ ഇപ്പൊ എത്താം. നീയോ? അതെ, one and only Jack the Jumper. Hello everybody. എന്നാ നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ ബൈ. എന്നാ ഞങ്ങൾ പോട്ടെ. എന്നൊന്ന് താഴേക്ക് ഇറക്കി വിട്. ഇവിടുന്ന് നോക്കുമ്പോ എന്റെ തല കറങ്ങുന്നത് പോലെ ഉണ്ട്. എന്നൊന്ന് വേഗം താഴേക്ക് ഇറക്കി വിട്. അതെ, നീ എന്തിനാ എന്റെ പുറകെ എന്നെ കെട്ടിയെടുത്തിക്കണേ? എനിക്ക് പിക്നിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നിന്റെ കൂടെ അല്ല. നോ 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 നോ. മീഡിയയുടെ മുമ്പിൽ എന്തിനാ വെറുതെ എന്റെ പേര് കളയാൻ ശ്രമിക്കുന്നത്? പറ. സോറി ലഡ്ഡു സിംഗ് സാറേ, പക്ഷെ എന്റെ ജോലിയിൽ തടസ്സമായിട്ട് നിങ്ങൾ 24 മണിക്കൂർ പ്രവർത്തിക്കല്ലേ. അതുവാ ശിവ എന്ന ചെറുക്കനെ എന്റെ പുറകെ പറഞ്ഞു വിടുന്നു. അവനെ മര്യാദയ്ക്ക് എന്റെ വഴിയിൽ നിന്ന് മാറ്റ്. എന്നാ പിന്നെ ഞാൻ തന്നെ ശല്യം ചെയ്യില്ല. ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ അടുത്ത തവണ ഞാൻ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടാൽ പിന്നെ താൻ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരത്തേയില്ല. വേണ്ട 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 വേണ്ട, എന്നെ എങ്ങോട്ടും പറഞ്ഞേക്കല്ലേ പ്ലീസ്. ഞാൻ ഇപ്പൊ തന്നെ ശിവയോട് തിരിച്ചു പോവാൻ പറയാം. നീ എന്നൊന്ന് താഴേക്ക് ഇറക്കി വിട്ടാ മാത്രം മതി. ഇപ്പൊ തന്നെ വേണം. ശരി, കൊണ്ടുപോയേക്കാം. എന്നാൽ ഇപ്പൊ തന്നെ ശിവയ്ക്ക് ഫോൺ ചെയ്ത് പറ, എന്റെ പുറകെ ഇനി മേലാൽ വന്നു പോകരുതെന്ന്. ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ഹലോ ശിവ. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ജാക്ക് ദ ജമ്പർ എവിടെ സ്റ്റാച്ചു കണ്ടാലും മോഷ്ടിക്കും എന്നത്. അതുകൊണ്ട് വേദ നഗരത്തിൽ നടക്കാനിരുന്ന ഇന്റർനാഷണൽ സ്റ്റാച്ചു എക്സിബിഷൻ ഇപ്പോൾ ഒരു ഓപ്പൺ ഹാളിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ മുമ്പത്തേക്കാൾ സെക്യൂരിറ്റി വളരെയധികം ടൈറ്റ് ആക്കിയിരിക്കുകയാണ്. ഇതിനകത്ത് കടന്നുകൂടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ജാക്ക്, ഞാൻ എന്തൊക്കെയാണ് ഈ കാണുന്നത്? ഓപ്പൺ പ്ലേസിൽ തനിക്ക് മോഷ്ടിക്കാനായില്ല. ഇത്രയും സെക്യൂരിറ്റി ഉള്ളപ്പോൾ താൻ എങ്ങനെയാണ് എല്ലാ സ്റ്റാച്യൂയും മോഷ്ടിക്കുന്നത്? എനിക്ക് സ്റ്റാച്യു കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ എന്റെ പണം തിരിച്ചു തരാൻ നോക്ക്. ഈ തോക്കൊന്ന് മാറ്റ്. സാർ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എത്ര വലിയ കാവലുണ്ടായാലും എനിക്കതൊക്കെ വെറും പുല്ല. ഈ ജാക്ക് ദ ജമ്പറിനെ തോൽപ്പിക്കാൻ ഇന്ന് വരെ ആരും ജനിച്ചിട്ടില്ല. തന്നോട് ഞാൻ വാചകം അടിക്കാനല്ല പറഞ്ഞത്. സ്റ്റാച്യുവിന്റെ പണം മുഴുവൻ ഞാൻ തന്നു കഴിഞ്ഞു. ഞാൻ നീയുമായിട്ട് ഇത്ര വലിയ ഡീൽ ഉണ്ടാക്കിയത് തന്നെ ഈ സ്റ്റാച്യു ഒക്കെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടിയായിരുന്നു. എന്നിട്ട് എന്നെ പറ്റിച്ചോ? നിന്റെ പരിപ്പ് ഞാൻ പൊടിയാക്കും. സാറ് വേഗം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ. ഞാൻ സ്റ്റാച്യുവും കൊണ്ടേ കൃത്യസമയത്ത് എത്തും. എന്റെ അമ്മോ. ഇപ്പൊ വരട്ടെ ജമ്പിങ് ജാക്ക്. ഇവിടുന്ന് അവരെ കൊണ്ട് സ്റ്റാച്ചു അല്ല, ഒരു കുന്തവും എടുത്തു കൊണ്ടുപോകാൻ സാധിക്കില്ല. നോക്കട്ടെ അവൻ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുന്നു. കൊള്ളാം, ലഡ്ഡു സിംഗ് പഴയ പരിപാടി വീട്ടിൽ തുടങ്ങിയല്ലോ. ഇനി ഞാൻ അങ്ങനത്തെ ഡയലോഗ് പറയില്ലെന്ന് പറഞ്ഞ് കെഞ്ചിയതാ. എന്നിട്ടിപ്പോ അവിടെ നിന്ന് വാചകടിച്ചോണ്ടിരിക്കുക. ജമ്പിങ് ജാക്കെ വരട്ടേത്. ഞാനിത് ഹലോ ഹലോ സാറേ. ഹലോ ജാക്ക് അങ്കിൾ. നീ ഇവിടെ ഉണ്ടായിരുന്ന കുട്ടി?
വീണ്ടും നീ തിരിച്ചു വന്നു അല്ലേ? ലഡു സിംഗ് സാറേ, ഈ രണ്ട സൈസ് സ്വഭാവം എന്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. എന്ന് എല്ലാവരെയും അവസാനം ഒന്ന് കണ്ട് ടാറ്റ പറ. നമുക്ക് ഇവിടെ ഒരുമിച്ച് പോകാം. ഇനി ഞാൻ തന്നെ വിടൂല. എന്തായാലും ലഡു സിംഗ് സാറിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സ്വയം ഇവിടെ നിന്ന് നിങ്ങൾക്ക് പോവാൻ കഴിഞ്ഞിട്ട് വേണ്ടേ? എന്നെ തടയാൻ ആരുമില്ല. നീ തടയോ? ഞാനല്ല തടയാൻ പോകുന്നത്, അത് തടയും. ഒന്ന് പതുക്കെ മുകളിൽ നോക്കിയേ. ഐ, ഇനി എങ്ങനെ ലഡു സിംഗ് സാറിനെ കൊണ്ടുപോകും? ഓൾറെഡി വാതിൽ ജനലൊക്കെ ഞങ്ങൾ പൂട്ടിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ എല്ലാരും കൂടി എന്നെ ട്രാപ്പ് ചെയ്തു അല്ലേ? ഇനി നിനക്ക് രക്ഷയില്ല കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ശിവ, സ്റ്റാച്ചുനൊന്നും വരാതെ നോക്കിക്കോളാം. അതെ ശിവ, ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ സ്റ്റാച്ചുകൾക്ക് ഒന്നും സംഭവിക്കില്ല. വരൂ അങ്കിൾ. കൂട്ടുകാർ ഒരുമിച്ചുണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യം എന്താ? സാറേ ഒന്ന് എണീറ്റേ. സാറ് ശരിക്കൊരു വലിയ പോലീസുകാരൻ തന്നെ. സാറ് താഴെ വീണാലും ഈ സ്റ്റാച്ചു വീഴാതെ സാർ അതിനെ സൂക്ഷിച്ചല്ലോ. ആഹാ, ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും സ്റ്റാച്ചു മോഷ്ടിക്കാൻ പോയാൽ ലഡ്ഡു സിംഗ് സാർ രക്ഷിക്കൂ. അങ്കിൾ, നിങ്ങളുടെ ആയുധം ഇതാ പറഞ്ഞു പോയല്ലോ. വേഗം എഴുന്നേറ്റ് വാ. ഇനി ആർക്കാണ് ശക്തി കൂടുതൽ എന്ന് നോക്കിക്കളയാം. ജാക്ക്, സ്റ്റാച്യൂന്റെ കാര്യം എന്തായി? നീ എപ്പോഴാ അത് കൊണ്ടുവരുന്നത്? അങ്കിൾ, ജാക്ക് ദ ജമ്പർ പാക്കപ്പ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ജാക്ക് ദ ജമ്പറെ ജയിലിൽ വെച്ച് കാണാം. കോടിക്കണക്കിന് രൂപ എനിക്ക് നഷ്ടമായല്ലോ. ജാക്ക് ദ ജമ്പർ, നീ എന്നെ ഒരുപാടിട്ട് കറക്കിയിട്ടുണ്ടല്ലോ. വന്നേ വന്നേ, ഞാൻ നിന്നെ ജയിലിന്റെ അകത്തിട്ടൊന്ന് ശരിക്കും കറക്കട്ടെ. ജയിലിന്റെ അകത്ത് നടക്ക് ഇഷ്ടം പോലെ ചാടി ചാടി കളിക്കാം. ആരും നിന്നെ തടയില്ല, ആരും തടയില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.